ഇഷ്ടപ്പെടുമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴയ ഒരു നാടൻ പലഹാരമാണ്. 10 മിനിറ്റിൽ സിമ്പിളായിട്ട് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള പലഹാരമാണ് ഇന്ന് റെഡിയാക്കാൻ പോണേ. ഒരു നേന്ത്രപ്പഴം എടുത്ത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലി കളയാം. പഴം എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത പഴം നോക്കി എടുത്തോളൂ. ഈ പഴം ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം. പഴം നല്ലോണം ഉടച്ചെടുത്തു. 1/4 ടീസ്പൂണിൽ കുറവ് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കണം. ഒരുമിച്ച് ഇടണ്ട, നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് കുഴച്ചാൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം കുഴച്ചെടുക്കാം. ഫസ്റ്റ് പഴത്തിൽ കുഴയ്ക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പാല് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർത്ത് കുഴയ്ക്കണ്ട കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടിയുടെ കണക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കണ പഴത്തിനനുസരിച്ച് ഇരിക്കും കേട്ടോ. ഇപ്പം എല്ലാം മാവ് പഴത്തിൽ നല്ലോണം കുഴച്ചെടുത്തു. ഇനി നമുക്ക് കുറച്ച് പാല് തളിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കേണ്ടി വന്നു. നല്ല തിക്കായിട്ടും സോഫ്റ്റായിട്ടും കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പാകത്തിന് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. അതുപോലെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് 3/4 കപ്പേ ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇതിനുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കാം. ഫില്ലിങ് റെഡിയാക്കാനായിട്ട് 1 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലോണം ഉരുകി. ഇനി നമുക്ക് വേറൊരു പാൻ വയ്ക്കാം. പാനിലേക്ക് ഉരുക്കിയ ശർക്കര അരിച്ചൊഴിക്കാം. ശർക്കരയിലേക്ക് 3/4 കപ്പ് ചിരകിയ നാളികേരം. ഈ നാളികേരത്തിലേക്ക് ശർക്കര പാനി ഫുള്ളായിട്ട് അബ്സർവ് ചെയ്ത് എടുക്കണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി വറ്റി തുടങ്ങി. ഈ സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പ്. കുറച്ച് കാഷ്യൂ എടുത്ത് ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചേക്കണതാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഫില്ലിങ്ങും തണുത്തു. മാവ് നല്ല സോഫ്റ്റായി. ഇനി നമുക്ക് ഈ മാവ് 2 പാർട്ടായിട്ട് പിരിക്കാം കേട്ടോ. ഇതൊന്ന് കറക്റ്റ് ബോളാക്കുക. ഇതടച്ച് മാറ്റി വയ്ക്കാം. ചപ്പാത്തി പരത്തുന്ന കല്ലിൽ കുറച്ച് മൈദാമാവ് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഭാഗം മാവ് വെച്ച് കൊടുക്കുക. ഒരുപാട് തിന്നായിട്ടല്ല, എന്നാൽ ഒരുപാട് കട്ടിയാവട്ടെ. ആ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കണം. ഈ വക്ക് റെഡിയാക്കി കൊടുത്ത് പരത്തണം കേട്ടോ. അപ്പം നമ്മൾ കല്ലിൽ മാവ് പരത്തിയെടുത്തു. ഇനി നമുക്ക് ഈ പ്ലേറ്റിൻ്റെ അളവിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഈ പ്ലേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവിനൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഈ പ്ലേറ്റ് എടുക്കാം. നമ്മൾ മുറിച്ച് ഈ വക്ക് ഭാഗം ഒന്ന് എടുത്തു കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഷേപ്പാക്കിയ മാവ് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പ്ലേറ്റിൽ വെക്കണ മുമ്പ് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുമ്പോൾ ഒരുപാട് വക്കിലേക്ക് പോകണ്ട കേട്ടോ. നടുക്കിലാക്കിയിട്ട് വെക്കുക. അപ്പം നമ്മൾ ഒരു ലെയറിൽ ഫില്ലിങ് വെച്ച് കൊടുത്തു. ഫില്ലിങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വക്കിലൊന്നും ഫില്ലിങ് വരരുത്. സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത പാർട്ടും പരത്തിയെടുക്കാം. കുറച്ച് മൈദാമാവ് സ്പ്രെഡ് ചെയ്യുക. ഫസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ലെയറിനെക്കാട്ടിലും ഈ ലെയർ കുറച്ച് വലിപ്പം വേണം. ഇനി ചപ്പാത്തിക്കോല് വെച്ച് പരത്തിയെടുക്കാം. പരത്തിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ വക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുക. ഇനി ഈ വക്ക് ഭാഗമൊക്കെ എടുത്ത് കളയാം. ഈ വക്കിൽ വരുന്നത് നമുക്ക് കളയേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഫില്ലിങ് റെഡിയാക്കുമ്പോൾ കുറച്ച് കൂടുതൽ റെഡിയാക്കിയാൽ മതി. ഇപ്പം ഞാൻ എടുത്ത ഫില്ലിങ്ങിൽ എനിക്ക് കുറച്ച് ബാക്കിയുണ്ട്. നമുക്കിത് കൊഴുക്കട്ട പോലെ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. നേരത്തെ റെഡിയാക്കി വെച്ചേക്കേണ്ട ലെയറിൻ്റെ മുകളിലേക്ക് ഈ പരത്തി വെച്ചേക്കുന്ന ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ വക്ക് നല്ലോണം താഴെയുള്ള ലെയറിൽ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ സെക്കൻഡ് ലെയറും വെച്ച് കറക്റ്റ് ആക്കിയിട്ട് വക്കൊക്കെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ചു. വെള്ളം തിളച്ചതിന് ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്.
ആവി വെള്ളം വീഴാണ്ടിരിക്കാനായിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഫ്ലെയിം സിമ്മിലാക്കി 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. അപ്പം തണുത്തു. ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് വിടിയിക്കാം. ഇതൊന്നും ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ നമ്മൾ കൈ വെച്ച് കമത്തുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ പോരും. നല്ല സോഫ്റ്റും സിമ്പിളായിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.